നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിലെ റോമിലെ സാന്ത അനസ്താസ്യ മൈനർ ബസിലിക്കയുടെ മുമ്പിലാണ്. നമ്മുടെ ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ഇന്നിവിടെ അത്യാഘോഷപൂർവ്വം ഞങ്ങൾ കൊണ്ടാടുകയാണ്. അതിനായി നമ്മുടെ ഇവിടെയുള്ള പ്രവാസ സമൂഹം, വിശ്വാസി സമൂഹം എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന വിശുദ്ധ കുർബാനയ്ക്കും അതിനുശേഷമുള്ള മറ്റു തിരുക്കർമ്മങ്ങളിലും തുടർന്ന് നടത്തുന്ന കൾച്ചറൽ പ്രോഗ്രാമുകൾക്ക് എല്ലാമായി ഇവിടെ പള്ളിയും പള്ളി അങ്കണവും ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും ആത്മീയ സന്തോഷത്താൽ നിറഞ്ഞാണ് ഈ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള കാര്യങ്ങളിലേക്കും വിശേഷങ്ങൾക്കും തിരുനാൾ വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. റോമിലെ സീറോ മലബാർ വിശ്വാസികൾക്കായുള്ള സാന്ത അനസ്താസ്യ മൈനർ ബസിലിക്കയിൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ആഘോഷപൂർവമായ തിരുനാൾ കുർബാനയ്ക്ക് റവറന്റ് ഫാദർ ജെയിൻ മണ്ണത്തുകാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബസിലിക്ക വികാരി ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ, സഹവികാരി ഫാദർ സെബാസ്റ്റ്യൻ ഇട്ടിയപ്പുറം എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 600-ലധികം വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. വിശുദ്ധ അൽഫോൻസാമ അംഗമായിരുന്ന ക്ലാര സഭയിലെ സന്യാസിനിമാർ ഉൾപ്പെടെ 50ഓളം സന്യാസിനികൾ ചടങ്ങിൽ പ്രത്യേക ക്ഷണിതാക്കളായി സംബന്ധിച്ചു. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളോടനുബന്ധിച്ച് റോമിലെ പ്രവാസി മലയാളികളുടെ ഇടയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിൽ പ്രവാസികളായ മലയാളികൾ ആഘോഷിക്കപ്പെടുന്ന വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ 1-2 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ആരംഭിച്ചു. കമ്മിറ്റി രൂപീകരണവും അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ആൾക്കാരുടെ സപ്പോർട്ടും വളരെ സന്തോഷകരമായ രീതിയിലാണ് ഈ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത്. കേരളത്തിലില്ലാത്ത ഞങ്ങളുടെ പ്രവാസികളായ ഞങ്ങൾക്ക് അതൊരു കുറവായിട്ട് തോന്നുന്നില്ല. കാരണം ഇവിടെ അതേപോലെ തന്നെയാണ് എല്ലാ ആഘോഷങ്ങളും വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. റോസാപ്പൂക്കൾ നൽകിയായിരുന്നു ഇവരെ സ്വീകരിച്ചത്. തിരുനാൾ കുർബാനയ്ക്ക് ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നേർച്ച വിതരണവും നടന്നു. തുടർന്ന് വിശ്വാസികളുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയുള്ള സാംസ്കാരിക സമ്മേളനവും അരങ്ങേറി. ബസിലിക്കയിലെ ചെദ്രോ യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. തിരുനാളിന് മുന്നോടിയായി 10 ദിവസം ഓൺലൈനായി അൽഫോൻസാമയുടെ നൊവേനയും പ്രത്യേക പ്രാർത്ഥനകളും സംഘടിപ്പിച്ചിരുന്നു. നാടിന്റെ പാരമ്പര്യവും കൂട്ടായ്മയുടെ സ്നേഹവും കടൽ കടന്നും കാത്തു സൂക്ഷിക്കുന്ന ഇവിടുത്തെ മലയാളി സമൂഹത്തിന് ഇത് വലിയൊരു അനുഗ്രഹത്തിന്റെ ദിനമായി മാറുകയാണ്. വിശുദ്ധയുടെ അനുഗ്രഹം പ്രാപിച്ചതിന്റെ വലിയ സന്തോഷത്തിലാണ് ഓരോ വിശ്വാസിയും ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഗുഡ്നസ് ന്യൂസിന് വേണ്ടി റോമിൽ നിന്നും ജെസ്സി ഡേവിസ്.